ലോഞ്ച് ചെയ്ത് വെറും 1 വർഷവും 3 മാസവും പിന്നിടുമ്പോഴാണ് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള 6 മുഴുവൻ സമയ ന്യൂസ് ചാനലുകളെ പിന്തള്ളി ന്യൂസ് മലയാളം 24/7 റേറ്റിംഗ് ചാർട്ടിൽ 4-മതെത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, റിപ്പോർട്ടർ, 24 ന്യൂസ് എന്നീ ചാനലുകൾ മാത്രമാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിന് മുന്നിൽ ഉള്ളത്. ആ സന്തോഷകരമായ വാർത്തയുടെ വിശദാംശങ്ങൾ അറിയാം. നിലനിൽക്കുന്ന മാതൃകകളൊന്നും പിന്തുടരാതെ വ്യവസ്ഥാപിത ചർച്ചാ പരിപാടികൾ ഒഴിവാക്കി വാർത്തകൾക്ക് ഒന്നാം പരിഗണന നൽകുന്ന വാർത്താ ശൈലിയുമായാണ് ന്യൂസ് മലയാളം വാർത്താ പ്രേക്ഷകരുടെ പ്രധാന പരിഗണനയായി മാറിയത്. വസ്തുതാധിഷ്ഠിത റിപ്പോർട്ടിങ്ങും നേർപക്ഷം ചേരുന്ന വിശകലന പരിപാടികളുമാണ് ന്യൂസ് മലയാളത്തിന്റെ മുഖമുദ്ര. ന്യൂസ് മലയാളത്തിന് പക്ഷമുണ്ടെങ്കിൽ അത് നേർപക്ഷം മാത്രം. ആ വാർത്താ നയത്തിന് നിങ്ങൾ ഹൃദയാംഗീകാരം നൽകി. മലയാളി കൂട്ടം കൂടുന്നിടത്തെല്ലാം ന്യൂസ് മലയാളം നിഷ്പക്ഷതയുടെ നേർചിത്രമായി. നീതി നിഷേധങ്ങളുടെ, മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ, പ്രകൃതി ചൂഷണത്തിന്റെ, അഴിമതികളുടെ, ക്രമക്കേടുകളുടെ ഇരുൾ തിരകളിലേക്ക് ഞങ്ങൾ ക്യാമറ തിരിച്ചു. തുല്യനീതിയുടെയും ലിംഗരാഷ്ട്രീയത്തിന്റെയും ശബ്ദങ്ങൾക്ക് നേരെ എന്നും മൈക്രോഫോണുകൾ നീട്ടിപ്പിടിച്ച് ജനപക്ഷ ശബ്ദമായി. വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാത്ത നിലപാടുറപ്പായി. അന്താരാഷ്ട്ര ദേശീയ വാർത്തകൾക്കും വിനോദ, വ്യവസായ, കായിക വാർത്തകൾക്കുമെല്ലാം ഏത് വാർത്താ വിസ്ഫോടനത്തിന്റെയും നേരത്ത് അർഹമായ ഇടം നൽകി. ഇന്ത്യയിലെ ആദ്യ XR ന്യൂസ് സ്റ്റുഡിയോ അടക്കം ഏറ്റവും മികച്ച സാങ്കേതിക സൗകര്യങ്ങളുടെ മികവിലാണ് ന്യൂസ് മലയാളത്തിന്റെ വാർത്താ പ്രക്ഷേപണം. എന്നാൽ സാങ്കേതിക തികവ് ഞങ്ങൾക്ക് ഗിമ്മിക്കുകൾക്കായല്ല, വാർത്തയുടെ മൂർച്ചയേറ്റാനുള്ള സാധ്യതയാണ്. പ്രേക്ഷകർ നൽകിയ ഈ ഓണസമ്മാനത്തിന് പകരമായി നിങ്ങൾ അർപ്പിച്ച വിശ്വാസം 1000 മടങ്ങായി തിരികെ തരുമെന്ന് മാത്രം പറഞ്ഞ് ഈ നേട്ടത്തിൽ ഞങ്ങൾ വിനീതരാകുന്നു. RDX റാപ്പ്, ന്യൂസ് മലയാളം. ഇതിപ്പോൾ സന്തോഷകരമായ കാര്യമാണ്. ഈ റേറ്റിങ്ങിൽ വന്നു എന്നത് വളരെ സന്തോഷകരമായ കാര്യം. 4-ാം സ്ഥാനത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. അത് വലിയ മുന്നേറ്റമാണ്, നേട്ടമാണത്. കാരണം അതിൽ തന്നെ പറയുന്നത് പോലെ നൂറ്റാണ്ട് പഴക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് കേരളം. അവിടെ നമ്മൾ ഒന്നര വർഷമായിട്ടില്ല, 1 വർഷവും 3 മാസവും കൊണ്ട് നമ്മൾ വന്നിട്ട് ഇതിൽ പ്രേക്ഷകരാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. കാരണം അവർക്ക് വേണ്ടത് സെലക്ട് ചെയ്യുന്നു എന്നാണ്. അതായത് ഒരേ ട്രാക്കിൽ പോകുന്ന സംഗതികളിൽ നിന്ന് ഒരല്പം മാറിയിട്ട് നമ്മൾ വലിയ ഗിമ്മിക്കുകളൊന്നുമില്ലാതെ, എന്നാൽ പ്രേക്ഷകർക്ക് കുറച്ച് സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ആവശ്യമുണ്ട്, അതൊക്കെ നമ്മൾ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വന്നു. ഇതിനകത്ത് റേറ്റിംഗ് പട്ടികയിൽ നമ്മൾ മുന്നോട്ട് വന്നു എന്നതുപോലെ തന്നെ സന്തോഷിപ്പിക്കുന്നൊരു കാര്യമാണ് ഹർഷൻ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ മനുഷ്യർ വന്ന് നമ്മളോട് സംസാരിക്കുന്നത്, നമ്മളൊന്ന് പറയും, സോഷ്യൽ മീഡിയയിൽ പറയും, നമ്മളെ നേർ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ നല്ലതാണ് കേട്ടോ എന്ന് പറയും. അത് സത്യത്തിൽ റേറ്റിംഗ് ചാർട്ടിൽ വരുന്നതിലെ ആനന്ദത്തോളം തന്നെ ഒരുപക്ഷെ അതേക്കാൾ വലിയ സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. കഴിഞ്ഞ തവണ നമ്മളത് പറഞ്ഞാണ്, ഓരോ ആളുകൾ പറയുമ്പോഴും ഇതുപോലുള്ള ഓരോ അവസരങ്ങൾ വരുമ്പോഴും കൂടുതൽ വിനയാന്വിതരാവുക എന്നുള്ളതാണ്. അതായത് ഞങ്ങളുടെ എന്തെങ്കിലും വലിയ ഭയങ്കരമായിട്ടുള്ള സവിശേഷതകൾ കൊണ്ടല്ല, നിങ്ങൾ ഞങ്ങളെ സെലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് എന്ന ഒരു വലിയ സന്തോഷവും വിനയപ്രകടനവും നടത്താനാണ് ഞാൻ ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗിക്കാറ്. അങ്ങനെയല്ല? തീർച്ചയായും. അതിനകത്ത് നമ്മൾ ആദ്യം തന്നെ, അതായത് തുടക്കം മുതൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ഏറ്റവും അനാവശ്യമായി നമ്മൾ പുച്ഛമെടുക്കേണ്ടതില്ല എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ വൈരനിര്യാതന ബുദ്ധിയോടെ ആരോടും പെരുമാറേണ്ടതില്ല എന്നും. ഇത് രണ്ടും ഈ ജോലിയിൽ ആവശ്യമില്ലാത്ത 2 സംഗതികളാണ്. അപ്പോൾ അതില്ലാതെ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ നമ്മുടെ പ്രേക്ഷകരോട് കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരായി തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ, പ്രേക്ഷകർ മാത്രമല്ല മൊത്തം സമൂഹത്തോടാണ് നമ്മളിത് പറയുന്നത്. ഇത് നമ്മളുടെ പ്രേക്ഷകർ എന്ന നിലയ്ക്ക് ഒരു കളം തിരിച്ച് മാറ്റി നിർത്തി അവരോടല്ലല്ലോ നമ്മൾ കാര്യങ്ങൾ, വാർത്തകൾ അവരിലേക്കല്ലല്ലോ എത്തിക്കുന്നതും അവതരിപ്പിക്കുന്നതും. അപ്പോൾ നമ്മൾ ആരെയും പിന്തുടർന്ന് ആക്രമിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ വസ്തുത എന്താണോ, സത്യം എന്താണോ അത് പറയും. നമ്മളെപ്പോഴും അതാണ് ആവർത്തിച്ച് പറയുന്നത്, സത്യം പറയട്ടെ എന്നുള്ളത്. ആ സത്യം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് RDX പൂർണ്ണമാക്കാം. ഗുഡ് നൈറ്റ്.